ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. മുഹമ്മദ് കള്ളിയാണ് ഖത്തറിന്. ഞാനിപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഖത്തർ ഉംലക് ബാ എന്നുള്ള സ്ഥലത്തുനിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യാദർശികമായിട്ട് ഒരു റോഡ് സൈഡിൽ ഒരു വ്യത്യസ്തമായ കാഴ്ചകൾ എന്ന് പറയുന്ന സാധനം കണ്ടത്. ഞാനത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാ അത് പുരാതനമായ കാറുകൾ. ഇതാ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ നോക്കിക്കോളി. ഖത്തറിൽ പൊതുവെ അറബികളെല്ലാം വെച്ച് കഴിഞ്ഞാൽ കാറ് കളക്ഷൻ ഉണ്ടാവും. ഒരുപാട് ഇറങ്ങുന്ന മോഡലുകൾ കാറുകൾ, പുതുപുത്തൻ കാറുകൾ, എല്ലാ ലക്ഷറി കാറുകളും ആദ്യമായിട്ട് ഇറങ്ങുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിലാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേന്ന് തന്നെ അറബികൾ എടുത്തിട്ടുണ്ടാവും. അതുകൂടാതെ പഴയ വിൻറ്റേജ് കാറുകളോട് ഇവർക്ക് ഭയങ്കര താല്പര്യങ്ങളാണ്. വലിയ ഇവിടുത്തെ അറബികൾ എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് അവരുടെ വീട്ടിൽ ഒരുപാട് കാറ് കളക്ഷനാണ്. 10, 200, 300 എല്ലാം കാറുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാറുകൾ ഉണ്ടാകുന്ന അറബികളെ നമുക്കറിയാം. ഞാൻ കാണുകയും ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ തുടങ്ങി. നമുക്ക് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആർമി വണ്ടിയാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലൊരു ക്യാപ്റ്റൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ക്യാപ്പ് വെച്ചിട്ടുണ്ട്. പഴയ ഒരു ആർമി വണ്ടി. ഇത് കണ്ടോ? ഒരു പഴമേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കൂടിയാണ് ആൾക്കാരെന്ത് ഇവിടുത്തെ അറബികൾ. മാഷാ അല്ലാഹ്. ഇവിടുന്ന് ബാക്കിത്തോടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ പണ്ടത്തെ കാർ വിൻറ്റേജ്. അതാണ് ഇത്. റോസ് റോയ്സ് ആണോ പഴയത്? അറ്റാന്നാ തോന്നുന്നു. ഇത് കണ്ടോ? ഇപ്പം വെച്ച് കേട്ടാ ഇവര്. ഇതാ പഴയ കാലത്ത് സൈക്കിൾ കണ്ട ഒരു വണ്ടി. മാഷാ അല്ലാഹ്. ഇത് കണ്ട ഇവരെ മജ്ലിസ് ആയത്, പഴയ മജ്ലിസ്. ഇവിടെ പാളി ഇരിക്കുന്നില്ല ഇതിൻ്റെ കൂടെ കണ്ടിട്ട്. എന്നാലും ഇതാ അടുത്ത കാർ MG വിൻറ്റേജ് കാർ. ഇതാ ഇത് നോക്ക്. അടുത്തത് ഇതെന്താണ് സാധനം? ഇതാ ഓട്ടോറിക്ഷ, നമ്മളെ സ്വന്തം ഓട്ടോറിക്ഷ. ഇതുവരെ അറബികൾ കൊണ്ടുവച്ച് കേട്ടാ. മാഷാ അല്ലാഹ്. ഖത്തറിലെല്ലാം ഇങ്ങനത്തെ എല്ലാം കാണൽ കുറവാണ്. ലുസൈലുണ്ട് തോന്നുന്നത്. അടുത്തത് കേരളക്കിൻ്റെ പഴയ മോഡല്. ഇതാ ചോർലറ്റിൻ്റെ പഴയത്. ഇതാ ചോർലറ്റ് പഴയ മോഡല്. മാഷാ അല്ലാഹ്. ഇതാ മിനി കൂപ്പർ, പഴയ മോഡൽ മിനി കൂപ്പർ. ഇതുപോലുള്ള കാണാ കാഴ്ചകൾ ഇൻഷാ അല്ലാഹ് മരിക്കാണ്ട് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. ഓക്കെ, എന്നാൽ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.